ഇഡി സുപ്രീം കോടതിക്ക് മുന്നിൽ വീണ്ടും ഇതാ മലക്കം മറിയുകയാണ്. കാലം കുറെ ആയല്ലോ നിങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്, എന്നു തീരുമെന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മുന്നിൽ മലക്കം മറിയുകയല്ലാതെ മറ്റൊരു മാർഗവും ഇഡിക്കില്ല. കഴിഞ്ഞ കുറച്ചധികമായിട്ട് മുന്നും പിന്നും നോക്കാതെ ഒരു നാഷണൽ ഏജൻസിക്കെതിരെ രാജ്യത്തിന്റെ പരമോന്നത കോടതി ആഞ്ഞടിക്കുകയാണ് എങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അത് മോദി ഭരണത്തിന് ഒത്താശ പിടിച്ചുകൊണ്ട് ഇഡി രാജ്യം മുഴുവൻ ഓടി നടന്ന പ്രതിപക്ഷ നിരയിലെ നേതാക്കളെ ഓരോന്നോരോന്നായി ജയിലറകളിലേക്ക് തള്ളി നീക്കിയതാണ്. ഇവിടെയാണ് കോടതി ഇടപെട്ടു തുടങ്ങിയത്. ഇനിയും നോക്കിയിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മോദിക്ക് ഒത്താശ പാടുന്ന, മോദിക്ക് കൂട്ടുനിൽക്കുന്ന ഇഡിക്കെതിരെ കോടതി ഇടപെട്ടു തുടങ്ങിയത്. മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ കേസിലെ വാദം എത്ര കാലം കൊണ്ട് പൂർത്തിയാകുമെന്നും സുപ്രീം കോടതി കൃത്യമായിട്ട് അങ്ങനെ ചോദിക്കുകയാണ്. സിസോദിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് ഇക്കാര്യം ചോദിച്ചത്. എന്നാൽ ഇവിടെ വ്യക്തമായൊരു ഉത്തരം നൽകാനാവുന്നില്ല ഇഡിക്ക്. പിന്നെയും സിസോദിയുടെ കാരണത്താലാണ് എന്ന് പറഞ്ഞു വെക്കുകയല്ലാതെ യാതൊന്നും ഉത്തരമായിട്ടില്ല. രേഖകൾ ആവശ്യപ്പെട്ടു സിസോദിയ പല അപേക്ഷകൾ വിചാരണ കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും വിചാരണ വൈകാൻ ഇതാണ് കാരണമെന്നാണ് ഇഡിയുടെ ന്യായം. പക്ഷേ സുപ്രീം കോടതി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ മറുപടിയിൽ ഞങ്ങൾ തൃപ്തരല്ല കേട്ടോ എന്ന് പറഞ്ഞു. 2014 മോദി അധികാരത്തിലെത്തിയപ്പോൾ മോദിന് മൂക്കിൻ തുമ്പിൽ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി പിടിച്ചടക്കി ഭരണം നടത്തിയവരാണ് അരവിന്ദ് കെജ്രിവാൾ അടങ്ങുന്ന AAP. എന്നാൽ 10 വർഷത്തെ മോദി ഭരണം പൂർത്തിയായി മൂന്നാമൂഴത്തിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ AAPയുടെ 4 നേതാക്കളാണ് ഇഡി കാരണം ജയിലറകളിലായത്. അതും തിഹാറിന്റെ ജയിലറകളിൽ. അതെ, തിഹാറിലെ 2ാം നമ്പർ ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി, ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ 1ാം നമ്പർ ജയിലിലും. ഒക്ടോബറിൽ അറസ്റ്റിലായ AAPയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് 5ാം നമ്പർ ജയിലിലുണ്ട്. അറസ്റ്റിലായ ഒക്ടോബറിൽ 2ാം നമ്പർ ജയിലിലായിരുന്നു ഇതേ സഞ്ജയ് സിംഗ്. പിന്നീട് അരവിന്ദ് കെജ്രിവാളിനായി ആ സെൽ കൊടുത്തപ്പോൾ സഞ്ജയ് 5ാം നമ്പറിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. മറ്റൊരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ അറസ്റ്റിലായ മുൻ മന്ത്രി സത്യേന്ദർ ജെയിൻ 7ാം നമ്പർ ജയിലിലുമുണ്ട്. ഇങ്ങനെ ആദ്യ 10ൽ 4 എണ്ണത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ AAP ഉണ്ട്. ഫലത്തിൽ AAPയുടെ സ്ഥാപകാംഗങ്ങളായ 4 മുതിർന്ന നേതാക്കളാണ് തിഹാറിന്റെ അകത്തുള്ളത്. കെജ്രിവാളിന് ഒരിക്കൽ ജാമ്യം കിട്ടിയതൊഴിച്ചാൽ തിഹാറിന്റെ ജയിലറകളിൽ നിന്ന് ആരും പുറത്തേക്ക് എത്തിയിട്ടില്ല. വിചാരണ പൂർത്തിയാക്കാത്തതിനാൽ മാത്രമാണിത്. അതുകൊണ്ടുകൂടിയാണ് സുപ്രീം കോടതി സിസോദിയുടെ വിഷയം എടുത്തിട്ട് ഇഡിയോട് എന്ന് തീരുമെന്ന് ആവർത്തിച്ച് ചോദിച്ച് പഞ്ഞിക്കിടേണ്ടി വരുന്നതും.